ഹായ് ഗായ്സ്, ഞാൻ വെക്കേഷൻ പ്രമാണിച്ച് ഇപ്പം നാട്ടിൽ വന്നിട്ടുള്ളത്, ക്രിസ്മസ് വെക്കേഷൻ. അപ്പോൾ നമ്മൾ എല്ലാവരും പുൽക്കൂട് കെട്ടാനുള്ള പ്ലാനിലുള്ളത്. മാലോളമ്മ ഉണ്ട്. ഹായ് പറ മാലോളം. ഹായ്. അച്ചു അച്ചു ഉണ്ട് ഗായ്സ്, ഒളിച്ച് നിൽക്കുന്നു. പൊന്നുണ്ട്. പൊന്നു പുൽക്കൂടാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതിപ്പോ എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് എനിക്കറിയില്ല. അവിടെ ഐഡിയ വെച്ചിട്ട് ചെയ്യാം. ഓരോ ക്രിസ്മസും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും നാളുകളാണ് ഓർമ്മിപ്പിക്കുന്നത്. നമ്മളെ കുട്ടികൾക്ക് ഒത്തുചേർന്ന് സന്തോഷിക്കാനും ആഘോഷിക്കാനുമുള്ള ഒരവസരമാണ് നമ്മളെ ക്രിസ്മസ്. അപ്പോൾ നമുക്ക് ആഘോഷിക്കാം, സന്തോഷിക്കാം, ആർപ്പ വിളിക്കാം. നമ്മളെ പുൽക്കൂട് പകുതി കെട്ടിക്കഴിഞ്ഞു ഗൈസ്. ഇനി പുല്ലിടാനുണ്ട്. പുല്ല് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതേപോലെ ബാക്കി സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് അമലേട്ടനും അഞ്ചുവേച്ചിയും പോയിട്ടുണ്ട്. ഇന്നു കഠിനമായി അധ്വാനിക്കുന്നുണ്ട്. ഒന്നു ഇന്നെങ്ങാനും നടക്കും ഇത്? സാധനം വാങ്ങാൻ രണ്ടാൾ പോയിട്ടുണ്ട്. ഇതുവരെ അവരെ വന്നിട്ടില്ല. ഞാൻ എന്താ ഗേറ്റിൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്ന അവരെ കാത്ത്. ഇല്ല, അവരെ കാണുന്നില്ലല്ലോ. വരുന്നുണ്ട്. രണ്ടും കൂടി സാധനം വാങ്ങാനാ പോയത്. എങ്ങോട്ടാ പോയ രണ്ടും കൂടി? എത്ര നേരായി? എന്തെല്ലാം കാണിച്ചേ? വാങ്ങിയത് കാണിക്ക്. ആ മറ്റേതോ സ്റ്റാർ കിട്ടി. സ്റ്റാർ ഞാൻ ഉണ്ടായിട്ടില്ല. ഉണ്ണിയേശു അച്ചു ലൈറ്റ് സെറ്റായ. വാവ്, സൂപ്പർ. ക്രിസ്മസ് കരോള് വരുന്നുണ്ട്. അപ്രതീക്ഷിതമായി അപ്പൂപ്പൻ. രാത്രിയായി, ഇതുവരെ പുൽക്കൂടായിട്ടില്ല അല്ലേ? ആ, അതുകൊണ്ട് ലേറ്റ് ആയി. ആ മേൽനോട്ടക്കാരനാണ് ഇവിടെ ഉള്ളത്. കണ്ട, ആ ഇപ്പൊ ശരിയാക്കി തരാം. ഇപ്പൊ ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ട് ഒരാൾ പോയിട്ടുണ്ട്. വേറൊരാൾ കഠിനമായി അധ്വാനിക്കുന്നു. നോക്ക്, കഠിനമായി അധ്വാനിക്കുന്ന ആള്. ഫൈനലി നമ്മുടെ ക്രിസ്മസ് പുൽക്കൂട് റെഡി ആയി ഗായ്സ്. നമ്മുടെ പുൽക്കൂട് നീണ്ട പരിശ്രമത്തിന് ശേഷം റെഡി ആയിരിക്കുന്നു. പറ. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഗായ്സ്. ബൈ ബൈ പറ. ബൈ ബൈ. പുൽക്കൂടാണ്. വ്ലോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കുക. ഓക്കെ, ബൈ.